ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്ത് വാഴ വെച്ചവർ, മട്ടന്നൂരിൽ ബസ് കത്തിച്ച് 4 നിരപരാധികളെ ചുട്ടുകൊന്നവർ, എം.വി. രാഘവനോടുള്ള വിരോധത്തിന്റെ പേരിൽ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തു കേന്ദ്രത്തിന് തീയിട്ടവർ, വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിന് ശവകുടീരമൊരുക്കിയവർ, മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചവർ, എല്ലാത്തിലും ഉപരി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ കാർ ആക്രമിച്ച് സാറിനെ മുറിവേൽപ്പിച്ചവർ. ആ പാർട്ടിയുടെ സമരത്തിന്റെ ധാർമ്മികതയെ പറ്റിയുള്ള ട്യൂഷനൊന്നും യൂത്ത് കോൺഗ്രസിന് വേണമെന്ന് കരുതുന്നില്ല. അങ്ങനെയൊക്കെ വിരട്ടിയാലൊക്കെ പേടിക്കാൻ വിജയൻ ഫാൻസ് അസോസിയേഷൻ അല്ലല്ലോ യൂത്ത് കോൺഗ്രസ്. ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്ന ആൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചപ്പോഴും, ചികിത്സാ പിഴവ് കൊണ്ട് മാത്രം നിരവധി ആളുകൾ മരിച്ചപ്പോഴും, കൈ ഒടിഞ്ഞു വന്ന കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റിയപ്പോഴും, വയറ്റിൽ കത്രിക വെച്ച് മറന്ന് തുന്നലിട്ടപ്പോഴും ഒന്നും പൊള്ളാത്തവർക്ക് ഇപ്പോൾ പൊള്ളുന്നത് വിജയനിസം കൊണ്ടാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് റീത്ത് കാണുമ്പോൾ ധാർമ്മിക രോഷം തോന്നിയ സാംസ്കാരിക അടിമകൾക്ക് ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ട് കൊല്ലപ്പെട്ട 100 കണക്കിന് മനുഷ്യരുടെ നെഞ്ചിൽ വെച്ച് റീത്ത് കാണാൻ പറ്റാത്തത് ഒരു വല്ലാത്ത രാഷ്ട്രീയ തിമിരമാണ്. ആ തിമിരം മാറാൻ AKG സെന്ററിലെ ക്യാപ്സൂൾ മതിയാകില്ല. ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുമെന്നോ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയുഗ യാത്രയെ തടയുമെന്നൊക്കെ കേട്ട് പേടിച്ചില്ല എന്ന് പറഞ്ഞേക്ക്. രാഹുൽ മാങ്കൂട്ടം തൻ്റെ വളരെ വളരെ ധീരമായിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുമുണ്ട് അയാൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. കാരണം നട്ടല് വളക്കാത്ത ആണൊരുത്തൻ്റെ പോരാട്ട വീര്യം അയാളിൽ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. നട്ടല് വളക്കാത്ത ആണൊരുത്തൻ്റെ പോരാട്ട വീര്യത്തെ അയാളുടെ വാക്കുകളിൽ ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോഴും കാണാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്താണ്, പ്രതിപക്ഷ നേതാവിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്താ, DYFIയുടെ ക്രിമിനൽ ഗുണ്ടകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയതുപോലെ അരിയിൽ ഷുക്കൂറിനെയും ഷുഹൈബിനെയും ശരത് ലാലിനെയും കൃപേഷിനെയും ഒക്കെ വെട്ടി വീഴ്ത്തിയതുപോലെ VD സതീശനെയും വെട്ടി വീഴ്ത്താൻ സാധ്യതയുണ്ട്. ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. ആരാണ് കേരളം ഭരിക്കുന്നത്? പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. ആ പിണറായി വിജയൻ്റെ ഇൻ്റലിജൻസ് പിണറായി വിജയൻ റിപ്പോർട്ട് നൽകുകയാണ്. DYFIയുടെ ക്രിമിനലുകൾ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന്. ഞാനിവിടെ ഒരു കാര്യം പറയുക, പുതുയുഗ യാത്ര കണ്ടിട്ട് വിറളി പിടിച്ച DYFIയുടെ ക്രിമിനൽ ഗുണ്ടകൾ, ആ DYFIയുടെ ക്രിമിനൽ ഗുണ്ടകൾ സതീശൻ്റെ രോമത്തിൽ തൊടുകയോ സതീശൻ്റെ മുന്നിൽ വന്ന് ഊച്ചാളിത്തരം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഗുണ്ടകൾ ഉണ്ടാവില്ല. ക്രിമിനൽ ഗുണ്ടകൾ പിന്നെ ഊച്ചാളിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഈ ഗുണ്ടകളോടൊന്ന് ഓർമ്മിപ്പിക്കുക. DYFIക്കാരനോട്, CPMകാരനോട്, കൊട്ടേഷൻ സുനിമാരോട് ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ. പിന്നെ നിങ്ങൾ ഉണ്ടാവില്ല, പിന്നെ ഊച്ചാളിത്തരം കാണിക്കേണ്ടി വരില്ല. പിന്നെ നിങ്ങൾക്ക് മണ്ണിനടിയിൽ പോയി കിടക്കാം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനസ്സിലായില്ലേ? VD സതീശൻ്റെ മെക്കെട്ട് കയറിയിട്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ കാണുക ഇങ്ങനെ വീണ ജോർജിൻ്റെ വീട്ടിൽ റീത്ത് വെച്ചത് ശരിയായില്ല എന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസം എവിടേക്കാണ് റീത്ത് വെക്കുന്നത്? കണ്ണൂരിൽ ഒരു എഴുത്തുകാരൻ്റെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാളുടെ വീട്ടിൽ റീത്ത് ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ റീത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ റീത്തുകളൊക്കെ കുറിച്ചൊക്കെ എന്താണ് ഈ പറയുന്ന വീണ ജോർജിൻ്റെ വീട്ടിൽ റീത്ത് വെച്ചതിനോട് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് പറയാനുള്ളത്? വീണ ജോർജിൻ്റെ വീട്ടിലല്ല റീത്ത് വെക്കേണ്ടിയിരുന്നത്, വീണ ജോർജിൻ്റെ നെഞ്ചത്ത് റീത്ത് വെക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മനസ്സിലായില്ലേ? വീണ ജോർജിൻ്റെ നെഞ്ചത്ത് വെക്കണമായിരുന്നു റീത്ത്, അല്ലേ? അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡറായിട്ട് ചെന്ന ഒരു യുവതിക്ക്, രോഗിയായിട്ട് ആശുപത്രിയിൽ ചെന്നത് രോഗിയായിട്ടല്ല, കൂട്ടിരിപ്പിന് ചെന്നതാണ്. ആ യുവതിക്ക് ജീവൻ നഷ്ടമാകുക. അപ്പം റീത്ത് വെക്കേണ്ടത് വീണ ജോർജിൻ്റെ വീട്ടിലോ അതോ വീണ ജോർജിൻ്റെ നെഞ്ചത്തോ? എവിടെയാണ് റീത്ത് വെക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എല്ലാത്തിനും കുറ്റം, 10 വർഷം ഭരിച്ചിട്ടും കുറ്റം മുൻപത്തെ സർക്കാരുകൾക്കാണ്. കഴിവുകേടിൻ്റെ പര്യായമായി മാറിയിരിക്കുന്ന, കഴിവുകേടിൻ്റെ പര്യായം, ഭൂലോക തോൽവിയുടെ പര്യായം, ഇതാണ് ഈ പറയുന്ന പിണറായി വിജയനും. ഇതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഒരു 3Kയിലധികം കമൻറ്റുകൾ.
അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടുകളെ പിന്തുണച്ചും ഒക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ AKG സെൻറ്ററിനെ കുറിച്ചും വിജയനെക്കുറിച്ചും വിജയൻ്റെ അടിമകളെക്കുറിച്ചും ആയതുകൊണ്ടും ഗർഭം കലക്കിയെന്നും ബലാത്സംഗ വീരനെന്നും ഒക്കെയുള്ള കമൻറ്റുകളും അതിൻ്റെ താഴെ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നും ഇല്ലാതെ ഇല്ല. പക്ഷെ എന്താണെങ്കിലും അയാളുടെ കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ടില്ല. ഗർഭം കലക്കി എന്ന് വിളിക്കേണ്ടവർക്ക് വിളിക്കാം. അതിനുള്ള അവസരം ഒരുക്കി വെച്ചുകൊണ്ട് തന്നെയാണ് അയാളുടെ നിലപാടുകൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ കാര്യങ്ങൾ എടുത്ത് വായിക്കുന്നതിനൊരു കാരണമുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നേരം രാഹുൽ മാങ്കൂട്ടം തൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ട് ഒരു 1 hour ആയിട്ടുള്ളൂ. ഈ 1 മണിക്കൂറിൽ അയാളുടെ പോസ്റ്റിന് 15K ലൈക്ക് ഉണ്ട്, 3K കമൻസ് ഉണ്ട്, ഒരു 1K ഷെയറിങ്ങുകളും അയാളുടെ ആ ഒരു പോസ്റ്റിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എടോ വിജയ എന്ന് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി വിളിച്ച അതേ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഇന്നുമുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അയാൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് എന്നുള്ളത്, അല്ലേ? അയാൾക്ക് പോരാട്ട വീര്യം അയാളിൽ നിന്ന് തെല്ലും ചോർന്നു പോയിട്ടില്ല. അയാളുടെ നട്ടെല്ല് ഇപ്പോഴും നിവർന്ന് തന്നെ നിൽക്കുന്നു. ഒരുത്തൻ്റെ മുന്നിലും വളക്കാത്ത നട്ടെല്ലായിട്ട് ആ നട്ടെല്ല് നിവർന്ന് തന്നെ നിൽക്കുന്നു. പിന്നെ എന്താണൊരു പോരായ്മയുള്ളത്? അയാൾക്ക് ആ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോരായ്മ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വളരെ ശക്തനായ ഒരു പോരാളിയായി, മുന്നണി പോരാളിയായി പാർട്ടിയോടൊപ്പം ഉണ്ടാവേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എവിടെയൊക്കെയോ പാളിച്ചകൾ വന്നു പോയി എന്നുള്ളതാണ്. തിരിച്ചു വരവിന് കളം എത്രയും പെട്ടെന്ന് ഒരുങ്ങട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല. എല്ലാ അർത്ഥത്തിലും, ഓരോ അർത്ഥത്തിലും അയാൾ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല. അയാൾ തിരിച്ചു വരേണ്ടവൻ തന്നെയാണ് എന്നുള്ള വലിയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ കണ്ടിരുന്നു, ഈ പറയുന്ന വി.ഡി. സതീശന് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തകളെക്കുറിച്ചൊക്കെ. അപ്പോൾ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകി. എന്താ റിപ്പോർട്ട്? കോൺഗ്രസ്സുകാർ വി.ഡി. സതീശനെ ആക്രമിക്കുമെന്നാണോ? അല്ലല്ലോ. DYFIയുടെ ക്രിമിനലുകൾ വി.ഡി. സതീശനെ ആക്രമിക്കും എന്നാണല്ലോ റിപ്പോർട്ടിൽ പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണല്ലോ പോയിരിക്കുന്നത്. അപ്പം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഈ DYFIയുടെ ക്രിമിനലുകളോട് നിങ്ങൾ പിന്നെ കിടക്കേണ്ടി വരുന്നത് മണ്ണിന് മുകളിലായിരിക്കില്ല, ഉപരിതലത്തിലായിരിക്കില്ല എന്നുള്ളതാണ്, മണ്ണിനടിയിലായിരിക്കും എന്നുള്ള കാര്യം കൂടി അവരോട് പറഞ്ഞു വെക്കുക. ഇതൊന്നും പറയാതെ പോകേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? വി.ഡി. സതീശനെ ആക്രമിക്കാൻ പദ്ധതികൾ ഉണ്ടാക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മളങ്ങനെ വലിയ ഒരു മാന്യതകൾ കാണിച്ചു കൊണ്ടുള്ള വർത്തമാനങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നീട് അങ്ങോട്ട് അവർ വി.ഡി. സതീശനെ ആക്രമിക്കട്ടെ, പിന്നെ അങ്ങോട്ട് അവർ കിടക്കുന്നത് മണ്ണിനടിയിലായിരിക്കും എന്നുള്ള കാര്യം മാത്രം അതൊന്ന് പറഞ്ഞു വെച്ചിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് വലിയ ക്ലാസ്സാണ് ട്യൂഷൻ എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ട്യൂഷൻ എടുക്കുന്നുണ്ട്. ആരാ ട്യൂഷൻ എടുക്കുന്നത്? ശിവൻകുട്ടിയാ. എന്താ ട്യൂഷൻ സബ്ജക്റ്റ് എന്താണ്? നിയമസഭയിൽ എങ്ങനെ പെരുമാറണം. ആരാ ട്യൂഷൻ എടുക്കുന്നത്? ശിവൻകുട്ടിയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ട്യൂഷന് യൂത്ത് കോൺഗ്രസ്സിന് ട്യൂഷനാണ്, എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് എന്നുള്ള ട്യൂഷനാണ്. ആരാ ട്യൂഷൻ എടുക്കുന്നത്? SFIക്കാരാണ്. ഏത് എസ് എഫ് ഐക്കാരൻ? വിക്ടോറിയ കോളേജിലെ, അതിൻ്റെ ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. വിക്ടോറിയ കോളേജിൻ്റെ മുറ്റത്ത് പ്രിൻസിപ്പളിന് വിക്ടോറിയ കോളേജിൽ ശവകുടീരമൊരുക്കിയ, മഹാരാജാസിലെ പ്രിൻസിപ്പളിൻ്റെ റൂമിന് തീയിട്ട, അങ്ങനെ അധ്യാപകരോടും പ്രൊഫസർമാരോടും വിദ്യ നുകർന്നു തരുന്ന ഗുരുക്കന്മാരോടും യാതൊരുവിധ ദയവും ദാക്ഷിണ്യവും കാണിക്കാതിരുന്ന ഈ SFIക്കാരൻ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ട്യൂഷൻ എടുക്കുക.
എന്താണ്, എങ്ങനെ സമരം നയിക്കണം, മാന്യമായിട്ട് എങ്ങനെ സമരം നയിക്കാം, എന്താണ് ഒരു സമരത്തിൻ്റെ പ്രൊസീജിയറുകൾ, കോഡ് ഓഫ് കണ്ടക്ട് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? SFIക്കാരനാണ്. ആരെപ്പോലെ? ശിവൻകുട്ടിയെ പോലെ. ശിവൻകുട്ടി എന്താണ് ട്യൂഷൻ എടുത്തത്? നിയമസഭയിൽ എങ്ങനെ എങ്ങനെ പെരുമാറണം എന്നുള്ളതായിരുന്നു ശിവൻകുട്ടിയുടെ ഈ പറയുന്ന ട്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരോട് നമ്മൾ എന്ത് പറയും? നീയൊക്കെ നിൻ്റെ വീട്ടിലുള്ളവരോർക്ക് പോയിട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്ക്. അല്ലെങ്കിൽ AKG സെൻറ്ററിൽ പോയിട്ട് അവിടെ അടിമകളുണ്ടാവും. രാജാവ് രാവിലെ തൂറിയിട്ട് തീട്ടം ഇങ്ങനെ നീട്ടുമ്പോൾ ആ തീട്ടം നിൽക്കുന്ന അടിമകൾ AKG സെൻറ്ററിൽ ഇരിക്കുന്നുണ്ടാവും. ആ അടിമകൾക്ക് പോയിട്ട് നിങ്ങൾ ട്യൂഷൻ എടുത്ത് കൊടുക്കുക എന്ന് നമ്മൾ അവരോട് തിരിച്ചു പറയും. അത്രേ പറയുള്ളൂ, അത്രേ പറയാനും പാടുള്ളൂ, അല്ലേ? അത്ര പറഞ്ഞാലും മതി. അപ്പോൾ അതല്ലാതെ നിൻ്റെയൊക്കെ ട്യൂഷന്, നിൻ്റെയൊക്കെ ധാർമ്മികത, നിൻ്റെയൊക്കെ ഈ സദാചാരം അത് ഇങ്ങോട്ട് വേണ്ട. മനസ്സിലായില്ലേ? അത് അവിടെ മതി, അത്രത്തോളം മതി. അത് കേൾക്കാൻ വിധിക്കപ്പെട്ട കുറേ അടിമകൾ അവിടെയുണ്ട്, അവർക്കെടുത്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരോടൊക്കെ ഇത്രേ പറയാനുള്ളൂ.